സാന്നിധ്യത്തിലായിരിക്കേണ്ട നാളുകളാണ് നോമ്പ് ദിനങ്ങൾ. ദൈവ സാന്നിധ്യ അവബോധത്തിലായിരിക്കേണ്ട നാളുകൾ. സാന്നിധ്യത്തിലായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഉപവാസം എന്ന വാക്കിനർത്ഥം തന്നെ ദൈവ സാന്നിധ്യം, ഉപവസിക്കുക എന്നതാണ്. ജെറാർഡ് എന്ന ഒരു കുഞ്ഞു ബാലനുണ്ട്. അവൻ തൻ്റെ കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ച ഒരു മകനാണ്. പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും ജീവിച്ച് ദൈവ സാന്നിധ്യം ഓരോ നിമിഷങ്ങളിലും അനുഭവിച്ചറിഞ്ഞ ഒരു കുഞ്ഞുമകൻ. അവൻ്റെ 12-ാം വയസ്സിൽ പിതാവ്, അവൻ്റെ സ്വന്തം അപ്പൻ, മരിച്ചു പോവുകയാണ്. പിന്നീട് അവൻ അപ്പൻ്റെ കൈവശമുണ്ടായിരുന്ന സൂചിയും നൂലുമെടുത്ത് ഈ മകനും ഒരു തയ്യൽ പണിക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നാട്ടിലെ മികച്ച തയ്യൽ പണിക്കാരെ അവിടുത്തെ അരമനയിലെ പിതാവ് ക്ഷണിക്കുമായിരുന്നു. കൂടെയുള്ളവരെല്ലാം അവനോട് കുറ്റം പറഞ്ഞു, അരമനയിലെ പിതാവിൻ്റെ കാർക്കശ്യത്തെക്കുറിച്ചും പിടിവാശിയെക്കുറിച്ചും. എന്നാൽ അതൊന്നും ഗണ്യമാക്കാതെ അവൻ അരമനയിലെ പിതാവിൻ്റെ ക്ഷണമനുസരിച്ച് അവിടെ ഒരു തയ്യൽ ജോലിക്കാരനായി പോയി. അരമനയിലെ തൊഴിൽ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അരമനയിലെ കവാടങ്ങളിലൂടെയും അവിടുത്തെ പ്രദേശ സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ഓരോ നൂലുകൊണ്ട് ഓരോ തുന്നൽ തെയ്യുമ്പോഴും അവിടെ അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. ഇത് കണ്ട പിതാവ് അവനെ നീതിമാനായ വിശ്വസ്തനായ ഒരു തൊഴിലാളിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതെ പ്രിയമുള്ളവരെ, അതാണ് വിശുദ്ധ ജെറാർഡ് എന്ന് നാം വിളിക്കുന്നത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വ്യക്തികളായിട്ട് മാറണം. വചനം പറയുന്നു, എൻ്റെ വലതുകരം നിന്നോടൊപ്പമുണ്ട്, നിൻ്റെ കൂടെ എൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ നോമ്പുകാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള, ആ സാന്നിധ്യത്തിലായിരിക്കാനുള്ള നിമിഷങ്ങളാണ്. ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഗുരു തൻ്റെ ശിഷ്യന്മാരോട് കുറച്ച് ആപ്പിൾ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ആപ്പിൾ കൊണ്ടുപോയി ആരും കാണാതെ ഇത് ഭക്ഷിക്കണം. അവർ ശിഷ്യന്മാർ ആപ്പിളുമായി പലയിടങ്ങളിലേക്കും പോയി. ആരും കാണാതെ പലരും ഭക്ഷിച്ച്. 1-ാമത്തെ ശിഷ്യൻ വന്ന് ഗുരുവിനെ കണ്ടു. 2-ാമത്തെ ശിഷ്യൻ വന്നു, ഗുരുവിനെ കണ്ടു. 3-ാമത്തെ ശിഷ്യനെ കാണുവാനില്ല. കുറേ സമയങ്ങൾക്ക് ശേഷം ആ ശിഷ്യൻ തനിക്ക് ലഭിച്ച ആപ്പിളുമായിട്ട് തിരികെ വരികയാണ്. ഗുരു ചോദിച്ചു, എന്തേ നീ ഭക്ഷിക്കാത്തത്? ആ ശിഷ്യൻ പറഞ്ഞ മറുപടി പ്രകാരമാണ്, ഞാൻ എല്ലായിടത്തും ദൈവത്തെ കാണുന്നുണ്ട്. ആരും കാണാതെ ഗുരു എന്നോട് ഈ ഫലം ഭക്ഷിക്കുവാനായിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ എല്ലായിടത്തും എൻ്റെ ദൈവത്തെ കാണുന്നുണ്ട്. ശരിയാണ്, എല്ലായിടത്തും ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയണം നമ്മൾ ഓരോരുത്തരും. ദൈവം നിൻ്റെ ചുറ്റിലും നിൻ്റെ ചുറ്റുപാടുകളിലുമുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ആത്മാവിലുമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരായിട്ട് നമ്മൾ മാറണം. നാം വായിക്കുന്ന വചനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ദേവാലയത്തിലെ സക്രാരിയിൽ ദൈവ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഭവനത്തിൽ കാണപ്പെടുന്ന ദൈവങ്ങളെന്നറിയപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളിൽ ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആകണം തത്വചിന്തകനായ ഇമ്മാനുവേൽ ലെവിനാസ് പറയുന്നു, ദി അതർ ഈസ് ഗോഡ്. മറ്റുള്ളവരിൽ ദൈവമുണ്ട്. മറ്റുള്ളവരിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ തപസ്സുകാലം ഒരു യു ടേണിനുള്ള കാലമാണ്. നമ്മളായിരിക്കുന്ന നമ്മുടേതായ ജീവിത മാർഗങ്ങളിൽ നിന്നും ഒരു യു ടേൺ എടുത്ത് ദൈവ സാന്നിധ്യത്തിലേക്ക് വരാനുള്ള കാലം. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ.